എല്ലാ കാലാവസ്ഥയിലും പൂക്കുന്ന കുറ്റിത്തെറ്റിയാണിത്. വലിയ മെയിൻ്റനൻസ് ഒന്നും വേണ്ടാത്തൊരു ചെടിയാണ്. നന്നായിട്ട് വെയിൽ കിട്ടിയാൽ തന്നെ ഇത് നന്നായിട്ട് പൂക്കും. ഇത്തരം ചെടികൾ നമ്മൾ ചട്ടിയിൽ വയ്ക്കുന്നതിനെക്കാട്ടിൽ നല്ലത് ഇതുപോലെ മണ്ണിൽ വയ്ക്കുന്നത് തന്നെയാണ്. വല്ലപ്പോഴും അല്പം എല്ലുപൊടിയോ കമ്പോസ്റ്റോ ഇട്ട് കൊടുത്താൽ മാത്രം മതി. പിന്നെ നമ്മൾ ഇത് നന്നായിട്ട് പ്രൂൺ ചെയ്ത് കൊടുക്കണം. വർഷത്തിൽ 1-2 തവണ ഇത് ഹാർഡ് പ്രൂണിങ് ചെയ്ത് കൊടുക്കുന്നതാണ് നല്ലത്. നീളത്തിലങ്ങ് വളർന്നു പോയാൽ കാണാൻ ഒരു ഭംഗിയുമില്ല. അതുപോലെ മഴക്കാലത്ത് നന്നായിട്ട് താഴ്ത്തി നമുക്ക് വെട്ടിക്കൊടുക്കാം. അതേപോലെ വേനൽക്കാലത്ത് വെട്ടിക്കൊടുക്കരുത്. പൂത്ത് കൊഴിഞ്ഞു കഴിഞ്ഞാൽ അത് ആ ഭാഗം മാത്രം നമുക്ക് വെട്ടിക്കൊടുത്താൽ മതി. വെട്ടിക്കൊടുത്ത് നിർത്തിയാൽ നന്നായിട്ട് കൂടുതൽ ശിഖരങ്ങളുണ്ടാവും. ചട്ടിയിലാണ് ഇത് വളർത്തുന്നതെങ്കിൽ ഒന്നിടവിട്ട ദിവസങ്ങളിലൊക്കെ നമുക്ക് വേനൽക്കാലത്ത് പോലും വെള്ളം കൊടുത്താൽ മതി. കുലകുലയായിട്ടാണ് ഇപ്പോൾ പൂക്കുന്നത്. നമ്മൾ വെട്ടി കൊടുത്ത് കഴിഞ്ഞാൽ അവിടെ നിന്ന് തന്നെ ഇലകൾ തളിർത്ത് വരും. നിറയെ പൂക്കളുണ്ടാകുന്ന ഇനം തെറ്റിയാണിത്. ഇടയ്ക്ക് അല്പം കമ്പോസ്റ്റും എല്ലുപൊടിയും ഒക്കെ ഇട്ട് കൊടുക്കുന്നത് നല്ലതാണ്. ചാണകപ്പൊടിയും ഇട്ട് കൊടുക്കാവുന്നതാണ്, കൂടുതൽ ഇട്ട് കൊടുക്കണ്ട. ഇതിൻ്റെ ശിഖരങ്ങൾ മുറിക്കുന്ന സമയത്ത് അത് നിലത്ത് നേരിട്ടോ ചട്ടികളിലോ നമുക്ക് നട്ട് കഴിഞ്ഞാൽ പുതിയ തൈകൾ ഉണ്ടാക്കിയെടുക്കാം. ചട്ടിയിൽ നടുകയാണെങ്കിൽ നമുക്ക് അല്പം കമ്പോസ്റ്റും എല്ലുപൊടിയും ചാരവും ഒക്കെ ചേർത്ത് മണ്ണും ചേർത്ത് നടാവുന്നതാണ്. കുറച്ച് മണ്ണ് ചേർത്താൽ മതി. എപ്പോഴും ചെടി നടുന്ന സമയത്ത് നമുക്ക് ചേർക്കാവുന്ന ഒന്നാണ് കമ്പോസ്റ്റും എല്ലുപൊടിയും. വലിയ കഷ്ടപ്പാടില്ലാതെ വളർത്തിയെടുക്കാവുന്ന കുറ്റിത്തെറ്റിക്ക് നല്ല ആയുസാണ്. 10-30 വർഷം വരെ ആയിട്ട് പോവാത്ത തെറ്റികളുണ്ട്. ധാരാളം വെറൈറ്റീസ് ഇപ്പോൾ ഗാർഡനിൽ കിട്ടും. മഞ്ഞയും പർപ്പിളും റെഡും എല്ലാം കാണാറുണ്ട്. ഇത്രയ്ക്കും ഈസിയായിട്ട് വളർത്തിയെടുക്കാൻ പറ്റുന്ന ഇക്സോറ അല്ലെങ്കിൽ തെറ്റിച്ചെടി എന്നൊക്കെ പറയും. ഇത് ഗാർഡനെ വളരെ മനോഹരമാക്കുന്ന ഒരു ചെടിയാണ്. ഈ ചെറിയ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കണ്ട. അടുത്ത വീഡിയോയിൽ കാണും വരെ എല്ലാവർക്കും നമസ്കാരം. താങ്ക്സ് ഫോർ വാച്ചിങ്.